അമ്മമാരെന്നെ അവരുടെ സ്വന്തം ഒരു കൊച്ചുമോള് പോലെയാണ് സാധാരണ എവിടെ പോയാലും കാണാറ്. അവരെ കൊച്ചുമോളെ പോലെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ അംഗമായിട്ടാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുള്ള ആൾക്കാരല്ലേ. എനിക്ക് ആ കുഞ്ഞിനെ പേഴ്സണലി അറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളതാണ്, ഷൂട്ടിന് പോകുമ്പോഴും ഒക്കെ. വളരെ നല്ല സംസാരവും. കേരളത്തിലെ 2 പുലിക്കുട്ടികൾ സ്വന്തം നിലപാട് വ്യക്തമായി തുറന്നു പറയാറുണ്ട്. എന്നാൽ ദേവനന്ദ പക്വത കാണിച്ചാൽ പരിഹാസം, മീനാക്ഷിക്ക് കയ്യടി. എന്തിനാണ് ഈ ഇരട്ടത്താപ്പ്? ഇപ്പോൾ ഇതാ മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച. ഈ ദളിത് എവിടെ നിന്നുണ്ടായി, ആരവരെ ഇങ്ങനെ ആക്കി, ആരവരെ ഇങ്ങനെ കണ്ടു എന്നുള്ളതും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ചരിത്ര പാഠപുസ്തകത്തിലെ ദളിതരെ തെറ്റായി അടയാളപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് മീനാക്ഷി പറഞ്ഞത്. ഇതാണിപ്പോൾ ചർച്ചയായതും വിദ്യാഭ്യാസ മന്ത്രി വരെ മീനാക്ഷിക്ക് നന്ദി പറഞ്ഞു രംഗത്തെത്തി. എന്നാൽ മറുവശത്ത് ദേവനന്ദയുടെ അഭിപ്രായങ്ങൾക്ക് പരിഹാസമാണ്. കഴിഞ്ഞ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാത്തതിൽ ദേവനന്ദ ചോദ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ അന്ന് അതിന് വേണ്ടത്ര പിന്തുണ കിട്ടിയിരുന്നില്ല. ചെറിയ വായയിൽ വലിയ വർത്താനം വേണ്ട എന്നൊക്കെയായിരുന്നു പലരും പരിഹസിച്ചു കമന്റുകളിട്ടത്. എന്നാൽ മീനാക്ഷിയുടെ പല പോസ്റ്റുകൾക്കും കയ്യടി കിട്ടുന്നുണ്ട്. ഇരുവരുടെയും പക്വതയുടെയും നിലപാടിന്റെയും കാര്യത്തിൽ ഇത്തരം ഇരട്ടത്താപ്പിനെ വിമർശിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അതേസമയം മീനാക്ഷി എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനു താഴെ നിരവധി അഭിനന്ദന കമന്റുകളാണ്. ഇതെന്തുകൊണ്ടാണ് ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? രണ്ടുപേരും കുട്ടികളാണ്. ദേവനന്ദ വളരെ ചെറിയ കുട്ടിയാണ്. മീനാക്ഷിക്ക് ഏകദേശം 19 വയസ്സുണ്ട്. ഒരു കണക്കിന് പറഞ്ഞാൽ യുവതിയാണ്, കുട്ടിയല്ല. ദേവനന്ദയുടെ പ്രായത്തിൽ മീനാക്ഷി ഫ്ലവേഴ്സ് ചാനലിൽ പ്രോഗ്രാം അവതാരികയായിരുന്നു. മറ്റെല്ലാ അവതാരികമാരെ പോലെ കൊഞ്ചിക്കൊഞ്ചുള്ള വർത്തമാനം തന്നെയായിരുന്നു അന്നും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദേവനന്ദ അന്നത്തെ മീനാക്ഷിയേക്കാൾ എത്രയോ പക്വത ഉള്ള കുട്ടിയാണ്. പക്ഷേ എന്നിട്ടും പരിഹാസങ്ങൾ മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക.